ദില്ലിയിൽ നാടകീയ രംഗങ്ങൾ. CJP പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിനിരയായ സാഹിൽ ലോട്ട്സാബ് എന്ന വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥിയും കൂട്ടിയാണ് രാഹുൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. FIR രജിസ്റ്റർ ചെയ്യാതെ പിന്മാറില്ല എന്ന് രാഹുൽ വ്യക്തമാക്കി. സമരം അവസാനിപ്പിക്കണമെന്ന് DCP ആവശ്യപ്പെട്ടെങ്കിലും സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് രാഹുലും സാഹിലിന്റെ മാതാവും. മന്ത്രിമാർക്ക് സ്റ്റേഷനിലും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലും പരാതി കേൾക്കാൻ പോലീസ് തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതിഷേധം. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഒരു അനീതിയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയാണ്. ഈ പരാതിയുമായി ചെന്ന 2 പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കേൾക്കാൻ പോലീസ് സന്നദ്ധമാകുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്. മാധവ്, തീർച്ചയായും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു കസേരയിട്ട് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം CJP പ്രതിഷേധത്തിന്റെ വലിയ തരത്തിൽ വിദ്യാർത്ഥികളെ പോലീസ് കൈകാര്യം ചെയ്തിരുന്നു. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ലാത്തി ചാർജും മൃഗീയമായ നടപടികളും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ വലിയ തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. കൂട്ടത്തിൽ പരിക്കേറ്റ പ്രധാനപ്പെട്ട വിദ്യാർത്ഥിയാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സാഹിൽ ലോട്ട്സാബ്. അദ്ദേഹത്തിന്റെ കണ്ണിനടക്കം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ ഒരു കണ്ണിലെ കാഴ്ചയടക്കം ബാധിച്ചു എന്ന റിപ്പോർട്ടുകൾ അന്ന് പുറത്തേക്ക് വരികയും ചെയ്താണ്. രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥിയുമായി നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും നേരത്തെ വാർത്താ സമ്മേളനത്തിൽ അവരുടെ ശരീരത്തിൽ പെല്ലറ്റ് ഗൺ കൊണ്ട് പാടുകളൊക്കെ തുറന്നു കാട്ടുകയും ചെയ്തതാണ്. എന്താണെങ്കിലും സാഹിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസിന്റെ 2 പരാതികൾ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. കാരണം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ് അന്ന് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്. ഈ പെല്ലറ്റ് ഗൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ പാർലമെന്റ് സിറ്റി പോലീസ് സ്റ്റേഷനിലും 2 പരാതികൾ നൽകി. നേരത്തെ 14-ാം തീയതി ഈ മാസം 14-ന് ആദ്യം നേരിട്ടെത്തി അഭിഭാഷകനുമായി പരാതി നൽകി. പിന്നീട് ഇമെയിൽ മുഖേനയും പരാതികൾ നൽകിയിരുന്നു. ഈ 2 പരാതിയിലും FIR എടുക്കുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥിയുമായി ആദ്യം മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയത്. അവിടെ FIR അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ഘട്ടത്തിൽ FIR ഇടാൻ കഴിയില്ല എന്ന നിലപാട് പോലീസ് പങ്കുവച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കുത്തിയിരിക്കുന്ന ഈ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ കാര്യാലയത്തിന് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്ത് ആ ഘട്ടത്തിലും ഇതിൽ FIR ഇടുന്നതിനെ കുറിച്ച് പോലീസ് ഒരു കൃത്യമായ നിലപാട് പറഞ്ഞില്ല. FIR ഇടാൻ കഴിഞ്ഞ നിലപാട് പങ്കുവച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരികയും മാധ്യമങ്ങളോട് FIR ഇടുന്നതുവരെ താൻ ഇവിടെ കുത്തിയിരിക്കും, സമരം തുടരും എന്ന നിലപാട് പങ്കുവയ്ക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് രാഹുൽ അവിടെ കുത്തിയിരുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ കുത്തിയിരുന്നതിന് പിന്നാലെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MPമാരായ കുമാരി ഷെൽജ അതോടൊപ്പം തന്നെ രൺദീപ് സിംഗ് സുർജേവാല എന്നിവർ ഇവിടെ എത്തി രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. കോൺഗ്രസിന്റെ കൂടുതൽ പ്രവർത്തകർ പക്ഷേ ഇങ്ങോട്ടെത്താനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതീവ സുരക്ഷയാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്ന നേരത്തെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പ്രത്യേകിച്ച് പെല്ലറ്റ് ഗൺ അടക്കം ഉപയോഗിച്ച സംഭവത്തിൽ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിലുടനീളം രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവസാനിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നത് ഈ പോലീസ് അതിക്രമത്തിൽ കേസുണ്ടാകുമെന്നതാണ്. അവിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ അതിക്രമങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ പെല്ലറ്റ് ആക്രമണം എന്ന് പറയുന്നത്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ കണ്ണിനടക്കം പരിക്കേറ്റ ഒരാളുടെ പരാതി കേൾക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നിടത്താണ് രാഹുൽ ഇടപെടേണ്ടി വരുന്നത്. തീർച്ചയായും അത് ശക്തമായ പ്രതിഷേധമാണ് ആ കാര്യത്തിൽ ഉയരുന്നത്. കാരണം വിദ്യാർത്ഥി നേരിട്ടും ഇമെയിൽ മുഖേനയൊക്കെ പരാതിയുമായി എത്തി. അത് മാത്രമല്ല വിദ്യാർത്ഥിയുടെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് അടക്കം ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ് അന്ന് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വരുന്നത് CRPFന് കീഴിലാണ്. CRPF, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദില്ലി പോലീസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുടെയും പ്രധാനപ്പെട്ട അതോറിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് എന്നതും എടുത്തു പറയണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ഈ 3 സേനകളും ഉള്ളത്. സ്വാഭാവികമായും ഈ സേനകൾ പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കീഴിലുള്ള വകുപ്പുകൾ കൂടിയാണ് ഈ 3 അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൽ കേസെടുക്കാൻ വിമുഖത കാണിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പം മുമ്പ് DCP രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. സച്ചിൻ ശർമ്മ സംസാരിച്ചപ്പോൾ DCP സച്ചിൻ ശർമ്മ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ഇവിടുന്ന് പോകണമെന്ന നിലപാടാണ് പങ്കുവച്ചത്. പക്ഷേ FIR ഇടാതെ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാട് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും ഇപ്പോൾ രാഹുൽ ശക്തമായ നിലപാടുമായി പ്രതിഷേധവുമായി ഇവിടെ കുത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി നമ്മൾ നേരത്തെ ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മറ്റ് MPമാരുമായി പ്രധാനമന്ത്രി വസതിക്ക് മുന്നിലേക്ക് പോയതും അവിടെ കുത്തിയിരുന്ന് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ സമരങ്ങളിലൊക്കെ കൂടുതൽ കേന്ദ്ര സർക്കാർ ഇതിലൊരു സമവായത്തിലേക്ക് വരികയും സമരം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ നിയമ നടപടി എടുക്കാമെന്ന ഉറപ്പ് നൽകുകയൊന്നുമില്ല.
തീർച്ചയായും അത് സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം രാഹുൽ ഗാന്ധിയും ഈ വിദ്യാർത്ഥിയും ആവശ്യപ്പെടുന്നത് തനിക്ക് എതിരുണ്ടായ പോലീസ് നടപടിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം, കൃത്യമായി അന്വേഷണം നടത്തണം, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നാണ്. അക്കാര്യത്തിൽ പോലീസ് ഒരു ഉറപ്പ് നൽകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലും വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെ ശക്തമായി അപലപിച്ചിരുന്നു. തെരുവിലും അതോടൊപ്പം തന്നെ പറ്റുന്നിടത്തൊക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായി കൂടി വേണം രാഹുൽ ഗാന്ധി ഇന്നത്തെ ഈ നീക്കത്തെ നമുക്ക് വിലയിരുത്താൻ. രാവിലെ രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാഹുൽ അപ്രതീക്ഷിതമായാണ് വിദ്യാർത്ഥിയുമായി പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിപ്പോവുകയും എഫ്ഐആറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുകയും ചെയ്ത് അതിന് പിന്നാലെ പോലീസ് എന്താണെങ്കിലും അതിൽ മറ്റ് വിശദാംശങ്ങൾ നൽകാനോ എഫ്ഐആർ ഇടാൻ തയ്യാറാവുകയോ ചെയ്തില്ല. അതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. നിലവിൽ രാഹുൽ ഗാന്ധിയും ചുരുക്കം ചില നേതാക്കൾ രൺദീപ് സിംഗ് സുർജേവാല അതോടൊപ്പം കുമാരി ശൈലജ പോലെ എംപിമാരും സുപ്രിയ സീനത്തെ പോലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കളും മാത്രമാണ് ഉള്ളത്. മറ്റ് വിപുലമായ നേതാക്കളുടെ സംഘം ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ടത്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രിയങ്കാന്തി അടക്കമുള്ളവരൊക്കെ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെയാണെങ്കിൽ സമരത്തിന്റെ സ്വഭാവം തന്നെ മാറാനുള്ള സാധ്യതയും ഉണ്ട്. എന്താണെങ്കിലും വലിയ സുരക്ഷ പോലീസ് സ്റ്റേഷന് പുറത്ത് ഇപ്പോൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രാഹുൽ ഗാന്ധി ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പിന്നോട്ട് പോകില്ല എന്നാണ് ഇപ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി നിലപാട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. ആരാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ പെല്ലറ്റ് ഉപയോഗിക്കാനൊക്കെ അനുമതി നൽകിയ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ഉന്നയിച്ചത്. ഇനിയിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇക്കാര്യത്തെക്കുറിച്ചൊരു വ്യവസ്ഥയോ അല്ലെങ്കിൽ ഒരു വിവരമോ ഇല്ലെങ്കിൽ ആ പദവിയിൽ ഇരിക്കാൻ തന്നെ അദ്ദേഹം യോഗ്യനില്ല. അതുകൊണ്ട് പുറത്താക്കണമെന്ന ആവശ്യമൊക്കെ രാഹുൽ അന്ന് ശക്തമായി ഇതിൽ ഉന്നയിച്ചതാണ്. എന്താണെങ്കിലും പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വിദ്യാർത്ഥിക്കെതിരായ പെല്ലറ്റ് ആക്രമണത്തിൽ ആ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുക്കാത്ത പശ്ചാത്തലത്തിൽ ഇവിടെ കുത്തിയിരുന്ന് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസും ഒപ്പം രാഹുലിന്റെ സുരക്ഷാ സംഘമൊക്കെ എന്താണെങ്കിലും ഇവിടെ ഉണ്ട്. രാഹുൽ ഗാന്ധിനെ ഇപ്പോൾ ഇവിടുന്ന് കസ്റ്റഡി എടുത്ത് നീക്കുക നടക്കുമ്പോൾ കാര്യങ്ങൾ കണ്ടറിയേണ്ടതാണ്. കാരണം മുൻപും പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം ഏറെ നീണ്ടുപോയ ഘട്ടത്തിലൊക്കെ രാഹുൽ ഗാന്ധിയെയും മറ്റു നേതാക്കളെയൊക്കെ പലയിടത്തുനിന്നായി കസ്റ്റഡി എടുത്ത് നീക്കിയ ചരിത്രം നമ്മൾ ദില്ലി പോലീസിന് മുമ്പിൽ കണ്ടിട്ടുണ്ട്. പല പ്രതിഷേധങ്ങളും സാഹിലിന്റെ മാതാവ്, അഭിഭാഷക, ഇത്രയും പേരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊപ്പം വിദ്യാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഉണ്ടോ? മധു, മറ്റു വലിയൊരു സംഘം എന്നാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ ഘട്ടത്തിലില്ല. 2 എംപിമാരുണ്ട്. രാജ്യസഭാ അംഗങ്ങളായിട്ടുള്ള രൺദീപ് സിംഗ് സുർജേവാലയും അതോടൊപ്പം കുമാരി ശൈലജയും ഈ 2 എംപിമാർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം അവർ നിലത്ത് കുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമത്തിന്റെ തലവയായ സുപ്രിയ സീനറ്റും പ്രതിഷേധത്തിന് ഇവിടെ ഉണ്ട്. മറ്റു നേതാക്കളൊന്നും നിലവിൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങോട്ട് ഈ സമരവുമായി എത്തിയത്. നമ്മൾ മുൻപ് പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളന സമയത്ത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത നീക്കങ്ങൾ പലതും കണ്ടതാണ്. അങ്ങനെ ഒരു അപ്രതീക്ഷിത നീക്കമായി നേരത്തെ പ്രധാനമന്ത്രി വസതിയിലേക്ക് കോൺഗ്രസ് എംപിമാർ നടത്തിയ മാർച്ച്, അതിന് പിന്നാലെ പ്രതിപക്ഷ എംപിമാരെ ഒപ്പം നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി സ്മൃതിയിലെ ഗാന്ധി വെടിയേറ്റ് വീണ ബിർള ഹൌസിലേക്ക് ഒരു മാർച്ച് നടത്തി നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ അപ്രതീക്ഷിതമായ പല സമരങ്ങൾ കഴിഞ്ഞ് കുറെ ദിവസമായി രാഹുൽ ഗാന്ധി ദില്ലിയിൽ നടത്തുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ സമരം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ, മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ പോലീസിനെ ഒന്നും അറിയിക്കാതെ നേരിട്ട് ഈ കാണുന്ന പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഗാന്ധി നടന്നു കയറുകയായിരുന്നു ചെയ്തത്. നടന്നു കയറി രാഹുൽ ഗാന്ധി നേരെ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് പോയി. ഒരുപക്ഷെ പോലീസുകാർ പോലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും പോലീസ് സ്റ്റേഷന്റെ പ്രധാന കവാടം അടക്കിയാണ്. പോലീസ് സ്റ്റേഷന് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ഒരു സാന്നിധ്യം എത്തി തുടങ്ങി. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ എത്തി തുടങ്ങിയെന്ന് മനസ്സിലാകും. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷന്റെ ഈ പ്രധാനപ്പെട്ട ഗേറ്റ് ഇപ്പോൾ പോലീസ് അടച്ചിരിക്കുന്നു. ഇത്ര നേരം തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആർക്ക് വേണമെങ്കിലും കയറാവുന്ന രീതിയിലായിരുന്നു ഇപ്പോൾ ഇതുവരെ ഇതുണ്ടായത്. പക്ഷേ ഇപ്പോൾ എന്താണെങ്കിലും കൂടുതൽ പ്രവർത്തകർ, നേതാക്കളൊക്കെ ഈ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് കാണാൻ കഴിയും സൽമാൻ ഖുർഷിദ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ് സൽമാൻ ഖുർഷിദ് ഇപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നിലവിൽ അകത്തേക്ക് കയറ്റി വിടുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് എത്തിയതിന് പിന്നാലെയാണ് ഗേറ്റ് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. സൽമാൻ ഖുർഷിദ് എന്താണെങ്കിലും എത്തിയിരിക്കും. അങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധരിൽ ഒരാൾ കൂടിയാണ് സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. അകത്തേക്ക് അദ്ദേഹത്തെ കയറ്റി വിടുമോ എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതാണെങ്കിലും നിലവിൽ പോലീസ് ഈ ഗേറ്റ് അടയ്ക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ എത്തുന്നു എന്നതിനെ തുടർന്ന് കൂടുതൽ മുൻകരുതലെടുക്കാൻ ദില്ലി പോലീസ് ഒരുങ്ങുന്നു.